Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്ന ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഐഫോൺ 15 വേണോ സാംസങ് S23 വേണോ എന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നല്ല സെയിൽസും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഐഫോൺ 15 ആയിക്കോട്ടെ, ഐഫോൺ 14 പ്ലസ് ആയിക്കോട്ടെ, ഐഫോൺ 14 പ്ലസ് നമ്മളൊരു വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാംസങ് S23 ആയിക്കോട്ടെ, സാംസങ് S23 അൾട്ര ആയിക്കോട്ടെ, ഇപ്പം നല്ല കിടിലൻ ഡീലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാങ്ങിക്കണം, ഇതിൻ്റെ ഒരു ഷോർട്ട് കമ്പാരിസൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഫോം ഫാക്ടറാണ്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഫോം ഫാക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, രണ്ടും സെയിം ആണ്. രണ്ടും 6.1 സ്ക്രീൻ സൈസ് വരുന്ന ഒരു സ്മോൾ സൈസ് മൊബൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ചെറിയ സൈസ് മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയ സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷെ നിങ്ങൾക്കൊരു വലിയ സൈസ് മൊബൈലാണ് ഇഷ്ടം, അങ്ങനത്തെ ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ സാധനം തീരെ റെക്കമെൻഡബിൾ അല്ല. അതാണ് ആദ്യം നോക്കേണ്ട പോയിന്റ്. നിങ്ങൾക്കറിയാം, ചിലവർക്ക് വലിയ മൊബൈൽ ഇപ്പോൾ കയ്യിൽ പിടിക്കേണ്ട, ഇപ്പോൾ OnePlus മൊബൈലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം പിടിച്ചിട്ട് ഈ സാധനം പിടിക്കുമ്പോൾ എന്തോ ചെറിയ സാധനം പിടിച്ച പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ഐഫോൺ 15 ആയിക്കോട്ടെ, ഐഫോൺ 14 ആയിക്കോട്ടെ, S23 ആയിക്കോട്ടെ, S24 ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലസ് വേരിയൻറ്റ് വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ S23യുടെ പ്ലസ് കിട്ടില്ല, അത് നിർത്തിയവർ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ S24 പ്ലസ് തന്നെ കിട്ടാവുള്ളൂ. അപ്പോൾ അതിന് പക്ഷേ റേറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്ഷനായിട്ട് ഇപ്പോൾ മാറിക്കേണ്ടി വരും. S15 വരുമ്പോൾ, ഐഫോൺ 15 കാര്യം പറയുമ്പോൾ 15 അവൈലബിൾ ആണ്. പ്ലസ് വേരിയൻറ്റ് വരുന്നുണ്ട്, 10,000 രൂപ കൂടുതൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 14 പ്ലസ് നമുക്ക് നല്ല ഡീലിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കാട്ടോ. ഓൾമോസ്റ്റ് ഒരു 55,000 നമുക്ക് ഐഫോൺ 14 പ്ലസ് നമുക്ക് 127 GB കിട്ടുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിഡിലൻസ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനിതിൽ ഇട്ടേക്കുന്നത് തിന്നായിട്ട കേസാണ്. ഇതിൽ സ്പീക്കറിൻ്റെ ഒരു എയർ സ്കിൻ കേസ് എന്ന സാധനമാണ്, ഭയങ്കര തിന്നാണത്. അതുപോലെ തന്നെ സ്ലിം കേസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ലിം കേസ്, ഒരു സിംഗപ്പൂർ ബ്രാൻഡിൻ്റെ കേസാണ്. നമുക്ക് കേസ് ഇട്ടണമെന്ന് തോന്നില്ല, ഇത് മാക്സൈസ് സപ്പോർട്ട് വരുന്ന കേസാണ്. അപ്പോൾ ഇത് എനിക്ക് ബൾക്കി ആവുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഉള്ള ഫോണിലോർക്കും ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 150 ഗ്രാമിൻ്റെ താഴേക്ക് രണ്ടെണ്ണത്തിനും വെയിറ്റ് വരുള്ളൂ. രണ്ടും വെയിറ്റ് ഭയങ്കര കുറവ് തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ രണ്ടെണ്ണത്തിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ബാക്ക് മാറ്റ് ഫിനിഷാണ്. ഐഫോണിൻ്റെ മാറ്റ് ഫിനിഷാണ്, ഇതിൻ്റെ മാറ്റ് ഫിനിഷാണ്. നമുക്കിതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്, ഇതിൽ വരുന്നില്ല. ക്യാമറ പെർഫോമൻസിൽ നമുക്ക് ഇതിൽ 3 ക്യാമറ വരുന്നുണ്ട്, ഇത് 2 ക്യാമറ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് എക്സ്ട്രാ വരുന്നുണ്ട്, അത് വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്രൈസൊക്കെ ഓൾമോസ്റ്റ് ഈക്വലാണ്. ഒരു 50 റേഞ്ച് കൂട്ടാം നമുക്ക് ഈ സാധനത്തിന്. 128 GB, അതിൻ്റെ 256 256 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 65-125 രൂപയ്ക്ക് കൂട്ടാം. അങ്ങനെയാണ് പ്രൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് വിത്തൗട്ട് ഓഫർ കേട്ടോ. അധികം ഓഫർ വരാനുള്ള ചാൻസ് കുറവാണ്. ഓൾമോസ്റ്റ് അവർ റിജക്റ്റഡ് പ്രൈസ് റിഡ്യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഓഫറിൽ, സെയിൽസ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ iOS വേണമെന്നുള്ളവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ആൻഡ്രോയിഡ് വേണമെന്നുള്ളവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ജൂലൈ അപ്ഡേറ്റ് നമുക്ക് ഓൾറെഡി വന്നു സാംസങ്ങിലൊക്കെ. നിങ്ങൾക്കറിയാം, പിന്നെ ഇതിൽ ഗാലക്സി ഐ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 15 Pro Max തൊട്ടാണ് അവർ പറയുന്നത് ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് വരുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് വേസ്റ്റ് എന്നാണ് പറയാം. ഇത്ര രൂപ കൊടുത്തിട്ട് നമുക്ക് അതുപോലും കിട്ടുന്നില്ല. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 60 Hz ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്, അത് വേറൊരു കോൺ. ഇതിന് നമുക്ക് 120 Hz കിട്ടുന്നുണ്ട്, അപ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പൊന്തി നിൽക്കുന്ന ഈ സാധനം തന്നെയാണ്. പിന്നെ iOS എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രൈവസി കൺസേൺ, അത്യാവശ്യം കുറച്ച് പ്രൈവസി പ്രൊട്ടക്ഷനൊക്കെ വേണമെന്നുള്ളവർക്ക് iOSലേക്ക് പോവാം. പക്ഷേ യൂസർ ഇൻ്റർഫേസ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ആൻഡ്രോയിഡ് തന്നെയാണ്. പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ One UI ഒരു രക്ഷയില്ലാട്ടോ. അതിൽ എക്സ്ട്രാ സെക്യൂരിറ്റി ഫീച്ചേഴ്സും നോക്ക് സെക്യൂരിറ്റിയും ഒക്കെ സാംസങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെക്യൂരിറ്റിയിൽ പിന്നിലൊന്നല്ല, പ്രൈവസിയിൽ പിന്നിലൊന്നല്ല കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഞാൻ എന്തായാലും നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ചെറിയൊരു ഷോട്ട്. ക്യാമറ നോക്കി കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് വലിയ ഡിഫറൻസും തോന്നിയില്ല. പിന്നെ വീഡിയോ പർപ്പസിൽ മാത്രമാണ് നമുക്ക് ഐഫോണിൽ ഈ പ്രത്യേകിച്ച് എന്താ പറയുക, വൈബ്രേഷൻസ് അല്ല, എന്താണ് ഇടയ്ക്കിടയ്ക്ക് ശരിക്ക് ആ വാക്കിടക്കിടയ്ക്ക് ശരിക്കും വരില്ല വയൽ. എന്താ പറയുക, സ്റ്റെബിലൈസേഷൻ അടിച്ചു കയറി നിൽക്കുന്നത് ഐഫോണിലാണ്. ക്ലാരിറ്റി വൈസും ക്വാളിറ്റി വൈസും ഒക്കെ ഓൾമോസ്റ്റ് ഈക്വലാണ്. പക്ഷേ സ്റ്റെബിലൈസേഷനിലാണ് ആക്ച്വലി ഐഫോൺ അടിച്ചു കയറുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിൻ്റെയും ഫോട്ടോ മോഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടെണ്ണത്തിലും നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിലും വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സാംസങ്ങിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും അവർ കുറച്ച് ബൂസ്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. അതെനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. അതല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിൽ ഞാൻ ഒരു സെൽഫി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലായിട്ട് സംഭവമൊക്കെ ഉണ്ടെന്നിട്ട് നമുക്ക് സെൽഫി എടുക്കാം. ഇതാ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് സാംസങ് ആണ് കേട്ടോ. ഇതാണ് നമുക്ക് സെൽഫി വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഐഫോൺ 15 സെൽഫി കാണിക്കാം.
കണ്ടോ, ഇതിൽ കുറച്ച് കളർ ബൂസ്റ്ററാണ്. ഇതിൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു നാച്ചുറൽ. ഇതിൽ ആക്ച്വലി നമുക്ക് വിവിഡ് മോഡൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇതിൽ വിവിഡ് മോഡ് ഓൺ ആക്കിയിട്ട് വെച്ചേക്കുന്നത് തന്നിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ചും കൂടി ഡിമ്മായിരിക്കും നാച്ചുറൽ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ബഡ്ജറ്റ് കുറവുള്ളവർക്ക് S23 വാങ്ങിക്കാം, ആൻഡ്രോയിഡ് പ്രയോറിറ്റി ഉള്ളവർക്ക് S23 വാങ്ങിക്കാം. ഓവറോൾ ഒരു പാക്കേജ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ S23 വാങ്ങിക്കാം. അല്ലാത്തവർക്ക് iPhone 15 വാങ്ങിക്കാം, അല്ലെങ്കിൽ iPhone 14 Plus വാങ്ങിക്കാം. 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ആക്ച്വലി iOS യൂസേഴ്സിനും മാത്രം. നിങ്ങൾക്ക് അറിയാം iOS യൂസർ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ലോക്കിൻ സംഭവങ്ങളൊക്കെ വരും. കുറേ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, കുറേ സ്ഥലത്തിലേക്കൊന്നും ചെയ്യാം, അങ്ങനെ കുറേ ലിമിറ്റേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 15 വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് Type-C ആയിട്ട് ഉപയോഗിക്കാം. 14 ആകുമ്പോൾ നിങ്ങൾ പിന്നെയും ആ കുതിര ലൈറ്റിംഗ് കേബിൾ വെച്ചാണ് ഉപയോഗിക്കേണ്ടി വരും. അതാണ് വേറെ പ്രശ്നം. ഇത് Type-C ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹ്യൂജ് അഡ്വാൻറ്റേജ് ആ ഒരു കേബിൾ മതി എല്ലാത്തിനും കൂടിയിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് iPhone 15 പോകാൻ. പിന്നെ നിങ്ങൾക്കറിയാം iPhone 16 ആകാൻ പോകണം. അപ്പോൾ ഇതും തന്നെ പഴയതോ. അപ്പോൾ iPhone 14 13 ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനറിയാം എത്ര കൊല്ലം പഴയതാണ് അത്. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത്. വെച്ചാൽ ഓൾമോസ്റ്റ് ഈ സാധനത്തിന് ഇപ്പോൾ iPhone-ഒന്നും ഇപ്പോൾ റീസെൽ വാല്യൂ ഒന്നും ഇല്ല. അപ്പോൾ പഴയ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞ് റീസെൽ ചെയ്യാൻ പോകുമ്പോൾ എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഞാൻ ആക്ച്വലി iPhone 13 യൂസർ ആയിരുന്നു. അതിന് നമുക്ക് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 1.5 കൊല്ലം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആഫ്റ്റർ അപ്ഡേറ്റ് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി സാധനം എടുത്തിട്ടാ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ എക്സ്ചേഞ്ച് വിലയൊക്കെ നമുക്ക് മനസ്സിലായി. ഞാൻ ചെറുതായിട്ടൊരു ട്വീറ്റും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ശരിയാക്കിയിട്ട് പിന്നെയാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കണക്ക് തന്നെയാണ്. ഡിസ്പ്ലേ അടിച്ചു പോലും ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവമൊക്കെ കണക്കാണ്, എപ്പോഴായാലും കണക്കാണ്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ആപ്പിൾ എടുത്ത് കഴിഞ്ഞാൽ 5 കൊല്ലം പണ്ടത്തെ പോലെ 5 കൊല്ലം ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അതല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഡിസ്പ്ലേ ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ്സ് അത് കമ്പനി കൽപ്പിച്ചു കൂട്ടി വരുത്തുന്നതെന്ന് വെച്ചാൽ അവർക്ക് പുതിയ മോഡൽസ് സെല് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അത് ശരിക്കും കുറേ കൺസ്യൂമർ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടൊരു പ്രശ്നമാണ്. വെച്ചാൽ യൂറോപ്പിലൊന്നും നടക്കില്ല, ഇത് ഇന്ത്യയിൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവരെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യട്ടെ. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാം അടുത്ത കാണാം.